السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരന്മാരെ, ഇന്ന് അല്പകാര്യം സംസാരിക്കുന്നത് വിത്ർ നിസ്കാരത്തെക്കുറിച്ചാണ്. വിത്ർ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഹനഫി മദ്ഹബിൽ വിത്ർ നിസ്കാരം നിർബന്ധമാണ്, ഉപേക്ഷിച്ചാൽ കുറ്റക്കാരനാവും. ഷാഫി മദ്ഹബിൽ അത് സുന്നത്ത് മുഅക്കദത്തായ നിസ്കാരമാണ്. വിത്ർ നിസ്കരിക്കുക എന്നത് വളരെ ശക്തമായ സുന്നത്തുള്ള നിസ്കാരമാണ്. അതിൻ്റെ സമയം ഇശാ നിസ്കരിക്കുന്നതോടുകൂടി കടന്നു വരുന്നു. അഥവാ ഓരോരുത്തരും ഇശാ നിസ്കരിച്ചാൽ അവൻ്റെ വിത്ർ നിസ്കാരത്തിൻ്റെ സമയമായി. വിത്റിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്, അധികരിച്ചത് 11 റക്അത്താണ്. 1 റക്അത്ത് നിസ്കരിച്ചാൽ കേവലം വിത്ർ നിസ്കാരം വീടുമെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരത്തെ ചുരുക്കി കൊണ്ടുപോവുകയല്ല വേണ്ടത്. 3, 5, 7 അങ്ങനെയായിട്ട് 11 എന്ന തരത്തിലേക്ക് നാം അതിനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. വിത്ർ നിസ്കാരം റമദാൻ മാസത്തിൽ അതിൽ ജമാഅത്ത് സുന്നത്താണ്. വിത്ർ നിസ്കരിക്കുമ്പോൾ 11 റക്അത്ത് ഒന്നായി നിസ്കരിക്കാം, അല്ലെങ്കിൽ ഈ 2 റക്അത്തായി നിസ്കരിച്ച് അവസാനം 3 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ നിസ്കരിക്കലാണ് ഒന്നും കൂടി ശ്രേഷ്ഠത. അഥവാ ഈ 2 റക്അത്ത് നിസ്കരിച്ച് അവസാനം 3 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ 11, അല്ലെങ്കിൽ ഇനി 3 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 1 റക്അത്ത് നിസ്കരിച്ച് ആ രൂപത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അവസാനത്തെ 3 റക്അത്ത് മാത്രം നിസ്കരിക്കുകയാണെങ്കിലും ഇനി 11 9 നിസ്കരിക്കുകയാണെങ്കിൽ അവസാനം വരുന്ന 3 റക്അത്തിൽ ഒന്നിൽ സബ്ബീസ്മ ഓതലും, രണ്ടാമത്തേതിൽ കുല്യായിൽ കാഫിറൂൻ ഓതലും, മൂന്നാമത്തേതിൽ അഥവാ അവസാനിപ്പിക്കുന്ന റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, റബ്ബിൽ ഫലക്ക്, റബ്ബിൻ നാസ് അത് ഓതൽ പ്രത്യേകമായി സുന്നത്താണ്. റമദാൻ മാസത്തിൽ വിത്ർ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. ഒറ്റയ്ക്ക് നിസ്കരിക്കാമെങ്കിലും ജമാഅത്ത് സുന്നത്താകുന്നത് റമദാനിൽ മാത്രമാണ്. അതുകൊണ്ട് റമദാനിൽ അത് നാം ജമാഅത്തായി കൊണ്ട് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരാൾക്ക് തഹജ്ജുദിൻ്റെ സമയം ഉണരുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവനിക്ക് തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് വിത്റിനെ പിന്തിപ്പിക്കലാണ് ശ്രേഷ്ഠത. അത് റമദാൻ മാസത്തിൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാലും സാധാരണ തഹജ്ജുദ് നിസ്കരിക്കൽ പതിവാക്കിയ ഒരാൾ ഉണരുമെന്ന് ഉറപ്പുമുണ്ട്, അങ്ങനത്തെ ആൾക്ക് വിത്റിനെ തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് പിന്തിപ്പിക്കലാണ് ശ്രേഷ്ഠത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, നിങ്ങൾ അവസാനത്തെ നിസ്കാരം വിത്റാക്കണം. ആ കൽപ്പന അനുസരിച്ച് അവൻ തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് വിത്റിനെ പിന്തിപ്പിക്കലാണ് സുന്നത്ത്. ഇനി ഉണരുമെന്നൊരാൾക്ക് ഉറപ്പില്ല എങ്കിൽ അയാൾക്ക് നേരത്തെ തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത്. കാരണം നേരത്തെ നിസ്കരിച്ചാൽ ആ സുന്നത്ത് നമുക്ക് ഉറപ്പായി ലഭിക്കുമല്ലോ. ഉണരുമെന്ന് ഉറപ്പില്ല എങ്കിൽ പിന്നെ അഥവാ ഉണർന്നില്ല എങ്കിൽ ആ സുന്നത്ത് നഷ്ടപ്പെടുമല്ലോ. അക്കാരണം കൊണ്ട് അവനിക്ക് നല്ലത് നേരത്തെ നിസ്കരിക്കലാണ്. പിന്നെ മറ്റൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ റമദാൻ മാസത്തിൽ തഹജ്ജുദിൻ്റെ ശേഷത്തേക്കും ജമാഅത്തും രണ്ടും ലഭിക്കാൻ വേണ്ടി ജമാഅത്തിൻ്റെ കൂടെ 3 റക്അത്ത് നിസ്കരിക്കുകയും അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ബാക്കിയുള്ളത് പിന്നീട് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം തഹജ്ജുദിൻ്റെ ശേഷം നിസ്കരിക്കുകയും ചെയ്യുക എന്ന ഒരു ശീലം ചിലർ എടുക്കാറുണ്ട്. പക്ഷേ അത് വിത്റിൽ പറ്റുകയില്ല. വിത്ർ ഉറക്കിൻ്റെ മുമ്പ് നിസ്കരിക്കുകയാണെങ്കിലും ഉറക്കിൻ്റെ ശേഷം നിസ്കരിക്കുകയാണെങ്കിലും ഒരൊറ്റ സമയത്തെ നിസ്കരിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ലാ വിത്റാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്ന ഹദീസ് എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ജമാഅത്തിൻ്റെ കൂടെ റമദാനിൽ 3 റക്അത്ത് നിസ്കരിച്ച് പിന്നീട് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം ബാക്കി 8 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ നിസ്കരിക്കുക എന്നത് വിത്റിൽ പറ്റുകയില്ല. മുന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനും മുന്തിച്ച് തന്നെ നിസ്കരിക്കുക, പിന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനും പിന്തിച്ച് നിസ്കരിക്കുക. ഫത്തുൽ മൈനിൽ പറയുന്നോട് തന്നെ പറയുന്നത്
ഉണരുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് അൻ യു അഖിറൽ വിത്ര കുല്ലഹു, അവൻ്റെ വിത്തർ മുഴുവനത്തിനെയും പിന്തിപ്പിക്കാം ഉറക്കിൻ്റെ ശേഷത്തേക്ക് അഥവാ തഹജ്ജുദിൻ്റെ സമയത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെ ആ മുഴുവനത്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് എഴുതി കൊടുത്ത് കാണാം പണ്ഡിതന്മാർ. ആ മുഴുവനും എന്ന് പറഞ്ഞതുകൊണ്ട് അല്പം ജമാഅത്തിൻ്റെ കൂടെ നിസ്കരിക്കുകയും ബാക്കി ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം വീട്ടിൽ വെച്ച് കൊണ്ടോ മറ്റോ നിസ്കരിക്കുകയും ചെയ്യുക എന്നത് പറ്റുകയില്ല. കാരണം ഒരു ദിവസം 2 വിത്തറില്ല. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ജമാഅത്തിൽ റമദാനിൽ കൂടി കുറച്ച് നിസ്കരിക്കുകയും ഉറക്ക് തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് ആക്കുക എന്നുള്ള സുന്നത്ത് കിട്ടാൻ വേണ്ടി പിന്നെ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം ബാക്കി നിസ്കരിക്കുകയും ചെയ്യുക എന്ന ആ രൂപം വിത്തറിൽ പറ്റുകയില്ല. തന്നെയുമല്ല മുത്തൽമീനിൽ കാണാം, അഥവാ വിത്തർ നിസ്കരിച്ചാൽ പിന്നെ ആ വിത്തറോട്ട് വല യുന്തപോയി ആദത്തു, അത് മടക്കൽ സുന്നത്തുമില്ല. നഞ്ഞ് തഹജ്ജുദിൻ്റെ ശേഷം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പിന്നെ വിത്തറൊന്നായിട്ട് മടക്കുക, അതും സുന്നത്തില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടായതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ ചെയ്താൽ അത് ഹറാമാവുമെന്ന് വരെ ഈ ആനത്തിൽ അതിൻ്റെ വിശദീകരണമായിട്ട് വലായുന്തപോയി ആദത്തോ എന്നുള്ളതിൻ്റെ വിശദീകരണമായിട്ട് എഴുതി കൊടുത്തത് കാണാം. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇനി ഒരാൾക്ക് ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കേവലം സുന്നത്ത് നിസ്കാരം എന്ന് കരുതിയിട്ട് നിസ്കരിക്കുക, വിത്തറെന്ന് കരുതിയിട്ടല്ല. ഇമാം വെക്കുന്ന ആൾ അയാളും തന്നെ കേവലം സുന്നത്ത് നിസ്കാരം എന്ന് കരുതി നിസ്കരിക്കുക. മറ്റുള്ളവർക്ക് വിത്തറെന്ന് വെച്ച് നിസ്കരിക്കാമല്ലോ, എന്നാലും നിസ്കാരം സഹിയാവുമല്ലോ. എന്നിട്ട് വിത്തർ ഔദ്യോഗികമായിട്ട് ഉറങ്ങി എഴുന്നേറ്റിൻ്റെ ശേഷം അങ്ങനെ നിസ്കരിക്കുക എന്നല്ലാതെ ഒരു രാത്രിയിൽ 2 വിത്തറാക്കുക എന്ന അത് പറ്റുകയില്ല. നേരെ മറിച്ച് ഒരാൾ 3 റക്അത്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചു, ബാക്കി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി 8 നിസ്കരിച്ചു. പള്ളിയിൽ അധികവും 3 റക്അത്താണല്ലോ നിസ്കരിക്കുക. അതിൻ്റെ ബാക്കി 8 വീട്ടിൽ പോയി നിസ്കരിച്ചു. ഉറങ്ങിയതിൻ്റെ ശേഷമല്ല, വീട്ടിൽ ചെന്ന ഉടനെ, വീട്ടിൽ നിന്നോ ഇനി മദ്രസന്നോ എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം 3 നിസ്കരിച്ചുകൊണ്ട് വിത്തറായി പോയല്ലോ, ഇനി ബാക്കി 8 അത് വരി നിസ്കരിക്കാൻ പറ്റുമോ എന്ന ഒരു സംശയം നമുക്കുണ്ടാവും. അതിന് കുഴപ്പമില്ല. കാരണം വിത്തറായാൽ മതി. അത് തുടക്കത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും ലാസ്റ്റാണെങ്കിലും മൊത്തത്തിൽ 11 റക്അത്ത് കഴിയുമ്പോൾ അതിൽ വിത്തർ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് വിരോധമില്ല. ഇത് ഉറങ്ങിയതിൻ്റെ ശേഷമുള്ള വർത്താനമല്ല. ഫതാബൽ കുബ്രയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഇബ്നു ഹജർ ലൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. ഒരാൾ 3 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് ബാക്കി 8 റക്അത്ത് വീട്ടിൽ നിന്ന് പോയി നിസ്കരിച്ചാൽ അത് പറ്റുമോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് കാണാം. അത് കുഴപ്പമില്ല. കാരണം വിത്തർ നേരത്തെ 3 റക്അത്ത് നിസ്കരിച്ചാലും ബാക്കി നിസ്കരിക്കുന്നത് അതും വിത്തറിൽപ്പെട്ട തന്നെയാണ്. മൊത്തത്തിൽ അവിടെ വിത്തർ വരുന്നുണ്ട്. ആദ്യം നിസ്കരിച്ച 3-ൽ അവിടെ വിത്തർ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന രൂപത്തിൽ മഹാനവർകൾ വിശദീകരിച്ചത് കാണാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം ബാക്കി 8 നിസ്കരിക്കാം എന്നതോടത്തേക്കല്ല ആ പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു രാത്രിയിൽ 2 വിത്തർ നിസ്കരിക്കുക എന്നുള്ള പതിവ് അത് പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ ഗണ്യതമായി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നാം വിത്തർ നിസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ ചെയ്യുന്നത്. സംഗതി ആ ഇമാമിൻ്റെ കൂടെ 3 റക്അത്ത് കിട്ടിയാൽ ഇനി ബാക്കി വീട്ടിൽ ചെന്ന് ഉറങ്ങി എഴുന്നേറ്റ ശേഷം നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇമാം വെക്കുന്ന ആൾ തന്നെ മഅ്മൂമിങ്ങൾക്ക് വേണ്ടി 3 റക്അത്ത് ഇവിടെ നിസ്കരിച്ച് ബാക്കി ഇനി തഹജ്ജുദിൻ്റെ ശേഷം ആക്കി നിസ്കരിക്കുക എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്, അത് നമ്മുടെ നിയ്യത്ത് ഉദ്ദേശം നല്ലതാണെങ്കിലും അങ്ങനെ ഒരു നിസ്കാരം പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എടുത്തുകൊണ്ട് ലാ വിത്റാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്ന് വളരെ കണിശമായി ആ വിഷയം ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിത്ർ നിസ്കാരമാണെങ്കിലും മറ്റ് ഏത് സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. ഈ വിത്ർ നിസ്കാരം അത് തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് പിന്തിപ്പിച്ചാൽ റമളാനിൽ ജമാഅത്ത് നഷ്ടപ്പെടും എങ്കിലും ഉണരുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അങ്ങനെ പിന്തിപ്പിക്കലാണ് സുന്നത്തി എന്ന് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷേ ചില പള്ളികളിലൊക്കെ അത് ആ നിലക്ക് കണ്ടീഷനായിട്ട് കണിശമായി പാലിക്കുന്ന ആളുകൾ ചിലപ്പോൾ തറാവിൻ്റെ ശേഷം ഇറങ്ങിപ്പോകും. എന്നാൽ അത് കണ്ട് ചെറുപ്പക്കാർ ഞങ്ങൾ തഹജ്ജുദിൻ്റെ ശേഷത്തേക്ക് പിന്തിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ വിത്ർ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാകാറുണ്ട്. അവർ ചിലപ്പോൾ അങ്ങനെ പോയാൽ തഹജ്ജുദും ഉണ്ടാവില്ല, വിത്റും ഉണ്ടാവില്ല, ജമാഅത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആ രൂപത്തിലായി പോകും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത ആളുകൾ അവർക്കൊക്കെ നല്ലത് ഇമാമിൻ്റെ കൂടെ
റമദാനിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ അത് ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുക എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നാം പ്രത്യേകമായി മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും അതിൻ്റെ നിബന്ധന പ്രകാരവും അതിൽ പറഞ്ഞ രൂപവും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.